പറഞ്ഞ പ്രകാരം ഞങ്ങൾ ബസ്സിൽ കയറിയിരുന്നു. കുറച്ച് സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ആ ബസ് അങ്ങ് പറന്ന് മസ്കറ്റിലെത്തി. ഇത്തവണ അവർ ഭയങ്കരമായിട്ട് അലറി വിളിച്ചിട്ട് എന്നെ നാട്ടിൽ കൊണ്ടുപോകാൻ സഹായിക്കാമോ, എൻ്റെ ബ്രദർ മരിച്ചു എന്ന് പറഞ്ഞു. അതേപോലെ GCCയിലെല്ലാം ഉണ്ട്, കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഉണ്ട്. ഒരു ബിഷപ്പ്, തിരുവല്ലയിലുള്ള ബിഷപ്പ് അത് പോസ്റ്റ് കണ്ടിട്ട് പേഴ്സണൽ മെസ്സേജിൽ വന്നിട്ട് പറഞ്ഞു, കുട്ടി ഞാൻ ആ വീൽ ചെയർ തരാം, എനിക്ക് 100 രൂപ തരണം. വേറെ ഒന്നും കൊണ്ടുമല്ല, എൻ്റെ അമ്മ അത് ഉപയോഗിച്ചതാണ്. നിങ്ങൾ കോളേജിൽ എത്തിച്ച് തരുവാണെങ്കിൽ ഫിലിപ്പ് സാറിൻ്റെ ആ സാറിനുമായിട്ട് അത്രയും അടുപ്പമുള്ളൊരു പ്രദീപ് സാറാണെന്ന് ഡിപ്പാർട്ട്മെൻറ്റിൽ ഹെഡായിട്ടുള്ളത്, ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ്. അപ്പം പ്രദീപ് സാറും സാറ് പഠിപ്പിക്കുന്ന കുട്ടികളും കൂടെ ചേർന്ന് വീൽ ചെയർ വളരെ മനോഹരമായിട്ട് വൃത്തിയാക്കി അതിനകത്ത് വന്നിട്ടുള്ള കേടുപാടുകൾ മുഴുവനും മാറ്റി പുതിയതായിട്ട് എങ്ങനെയായിരുന്നോ കിട്ടിയത് അതിനേക്കാൾ ഒരു സ്റ്റെപ്പ് കൂടെ. പ്രവാസ ലോകത്ത് എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് സ്ത്രീകൾ ഷെയർ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഫാമിലി ലൈഫായിട്ട് കുറച്ച് നാളൊക്കെ എൻജോയ് ചെയ്തങ്ങ് ഒതുങ്ങിപ്പോകുന്നു, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പണ്ടൊക്കെ ഒരുപാട് പാഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഡിപ്രഷനിലേക്ക് വരെ പോകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഒരുപാട് പേര് ഷെയർ ചെയ്യാറുണ്ട്. ഇന്ന് കട്ടൻ്റെ സ്റ്റുഡിയോയിലുള്ളത് സരസ്വതി മനോജാണ്. മനസ്സിൻ്റെ ഉള്ളിൽ ഓൾറെഡി സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള സരസ്വതി ഇവിടെ വന്നതിന് ശേഷം, ഒമാനിൽ വന്നതിന് ശേഷം ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങുകയും ആ ഒരു തുടക്കത്തിൽ കൂടെ എന്തുമാത്രം കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്, എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാനായിട്ടൊരു നിമിത്തമായി എന്നുള്ള കാര്യമാണ് സംസാരിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. എത്രയോ പേരുടെ ലൈഫിൽ ചേഞ്ചസ് വരുത്താനായിട്ട് പറ്റി വീൽ. സരസ്വതി ഏത് വർഷമാണ് മസ്കറ്റ് വരുന്നത്? ഞാൻ 2002 മസ്കറ്റിലെത്തിയത്. അന്ന് വന്ന ദിവസം ഓർക്കുന്നുണ്ടോ? ഒരു ഫെബ്രുവരി 12 വന്ന ദിവസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ യാത്ര നെടുമ്പാശ്ശേരി കൊച്ചി എയർപോർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ശരിക്കും ആ സമയത്തൊക്കെ നമ്മൾ ആദ്യമായിട്ട്, അതായത് ചേട്ടന് ഇവിടെയാണ് കല്യാണം കഴിഞ്ഞിട്ടാണ് വരുന്നത്, ചേട്ടൻ്റെ വിസയിൽ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറാൻ വരുന്ന എല്ലാ പേടിയും ടെൻഷനൊക്കെ ഉണ്ടാവുമല്ലോ. ചേട്ടൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എഴുതിയൊക്കെ തന്നിരുന്നു. വലിയൊരു അബദ്ധങ്ങളും ടെൻഷനും പിടിച്ച യാത്ര, ടെൻഷനൊക്കെ കൂടുതൽ അബദ്ധങ്ങളിൽ പിടിച്ചൊരു യാത്രയായിരുന്നു. അപ്പം ഇങ്ങനെ ഫ്ലൈറ്റിലെത്തി, മസ്കറ്റിലെത്തി. അതിന് മുന്നേ ചേട്ടനോട് ഒരു കത്തൊക്കെ അയച്ചു. അന്ന് രേഖ ഓർക്കുന്നുണ്ടാവുമല്ലോ, നമ്മുടെ ആ ഒരു കാലത്തൊക്കെ ശരിക്കും കത്തുകൾ തന്നെയായിരുന്നു, മെയിലും ഫോണും ഒന്നുമല്ല. കത്തുകളിലെ ആ ഒരു അവസാന കാലത്താണ് നമ്മളൊക്കെ ഉള്ളത്. ചേട്ടനിങ്ങനെ കത്തിലെല്ലാം പറഞ്ഞു തന്നിരുന്നു, എയർപോർട്ടിലെ നെടുമ്പാശ്ശേരി നമ്മൾ എത്തുന്നു, ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് എല്ലാണ്ട് ഞാൻ ആ കത്തിടയ്ക്കിടയ്ക്ക് തുറന്നു വെക്കും. കറക്റ്റാണ്, ഇതുവരെ വളരെ വളരെ ശരിയാണെന്ന് പറഞ്ഞിട്ടാണ് മുന്നോട്ട് യാത്ര ചെയ്തത്. അങ്ങനെ ചെയ്തു. അപ്പം ലാസ്റ്റ് എത്തിയപ്പോൾ ചെക്ക് ഇൻ ഗേറ്റ്, ബസ് വരും, നമ്മൾ ബസ്സിൽ കയറിയിരിക്കുന്നു. സ്വാഭാവികമായിട്ട് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇങ്ങനെ സ്റ്റെപ്പിൽ ഫ്ലൈറ്റിൽ കയറുന്നു, ആ ഒരു കൺസെപ്റ്റോടെയൊക്കെ ഇരുന്നു. ബസ് വന്നു, ഞാൻ ബസ്സിലൊക്കെ കയറിയിരുന്നു. അപ്പോൾ എനിക്കൊരു തൊട്ടടുത്ത് കിട്ടിയ ഒരു അമ്മയും കുഞ്ഞും, അവരും ആദ്യമായിട്ട് അവരുടെ ഹസ്ബൻഡ് അടുത്തോട്ട് വരുന്നൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കുഞ്ഞിന് അവരും കത്ത് നോക്കിയാണ് എൻ്റെ കത്ത് അവരെയും കൂടെ ഞാൻ ഫോളോ ചെയ്യിച്ചു. തൊട്ടപ്പുറത്ത് പ്രായമുള്ളൊരു അമ്മയുണ്ട്. ഇവരൊക്കെ എൻ്റെ കൂടെ വന്നു. ഞാൻ ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു. ഇവരൊക്കെ എൻ്റെ കൂടെ വന്നു. ഞങ്ങൾ അങ്ങനെ മനുഷ്യരും പറഞ്ഞ പ്രകാരം ഞങ്ങൾ ബസ്സിൽ കയറിയിരുന്നു. കുറച്ച് സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ആ ബസ് അങ്ങ് പറന്ന് മസ്കറ്റിലെത്തി. കാരണം മനസ്സിലായിട്ടുണ്ടാകുന്ന വിശ്വസിക്കുന്നു. കാരണം ശരിക്കും ആ എയർപോർട്ടിൽ നിന്നുള്ളൊരു വേ ഉണ്ടല്ലോ ഫ്ലൈറ്റിലോട്ട് കയറാൻ. ചേട്ടനൊക്കെ വരുന്ന ടൈമിൽ ഇങ്ങനെ ബസ്സിലൊക്കെ പോയിട്ടായിരുന്നു ഫ്ലൈറ്റിൽ കയറിക്കൊണ്ടിരുന്നത്. ഞാൻ വന്ന ടൈമിൽ അങ്ങനെ ആയിരുന്നില്ല. ഡയറക്റ്റ് എയർപോർട്ടിൽ നിന്ന് ശരിക്കും ബസ്സിലിരിക്കുക എന്നുള്ള രീതിയിൽ ഇരുന്നാണ് മസ്കറ്റിൽ ആദ്യം എത്തുന്നത്. അങ്ങനെ വലിയൊരു കോമഡിയോടുകൂടി മസ്കറ്റിലെത്തി വളരെ സീരിയസ് കാര്യങ്ങളിലേക്ക് ആയിപ്പോയതാണ്. ഇപ്പം ബസ് കയറി ഇരുന്ന് പറന്നു വന്ന സരസ്വതിയാണ് കേട്ടോ ഡോക്സിലിൻ്റെ ഉള്ളത്. അതെ അതെ. ഓക്കെ, ഇവിടെ വന്നിട്ട് പിന്നെ എങ്ങനെയായിരുന്നു ദിവസങ്ങൾ? ഒരു ഫാമിലി ലൈഫ് തന്നെയായിരുന്നല്ലോ, ജോലിക്ക് എങ്ങനെ പോയിട്ടുണ്ടായിരുന്നു? ഞാനിവിടെ വരുന്ന ടൈമിൽ ഞാൻ ജോലി ചെയ്തിരുന്നു ഇവിടെ. അതെ, മസ്കറ്റ് ജോലി ചെയ്തിരുന്നു. ഒരു 10 ഇയേഴ്സോളം ഞാനിവിടെ പല സ്ഥലങ്ങളിലായിട്ട് ജോലി ചെയ്തിരുന്നു. ഓക്കെ. പിന്നീട് ഈ ഒരു 10 ഇയേഴ്സിലാണെങ്കിലും സോഷ്യൽ മീഡിയ വഴി പറ്റുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ടായിരുന്നു. അല്ല, സോഷ്യൽ മീഡിയയിൽ അപ്പം നേരത്തെ നാട്ടിൽ വെച്ച് തന്നെ സോഷ്യൽ സർവീസ് ഒക്കെ ഉണ്ടായിരുന്നു? നാട്ടിൽ വെച്ചിട്ട് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ അതിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഒരു 5ാം ക്ലാസ് മുതൽ തന്നെ സ്കൗട്ടിൻ്റെ ആയിട്ടുള്ള ഒരു എത്തിക്സും കാര്യങ്ങളും, പിന്നെ അച്ഛനും അമ്മയും ചെയ്യുന്ന കുറച്ച് കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ട്. അവരോട് ഹോസ്പിറ്റൽ സർവീസിനൊക്കെ പോകാറുണ്ട്. അങ്ങനെ ആയിട്ടാണ് മസ്കറ്റിലോട്ട് വന്നപ്പോൾ ഞാൻ ശരിക്കും ഫുൾ ടൈം വീട്ടിൽ ഇരുന്ന് പോകും എന്നൊരു ടെൻഷനും പേടിയൊക്കെ ആയിട്ടാണ് വന്നെങ്കിലും എനിക്ക് നാട്ടിനെക്കാട്ടിലും കംഫർട്ടബിളായിട്ട് ഇപ്പം ഇവിടെയാണ് നമുക്ക് എന്തെങ്കിലും നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതിപ്പം നമ്മൾ എത്തി നിൽക്കുമ്പോൾ, അന്ന് സരസ്വതി ഇവിടെ മഞ്ജു ആണ് സരസ്വതി എന്നൊക്കെ പിന്നീട് FB വഴിയാണ് പേരൊക്കെ ഇടുന്നത്. അപ്പോൾ ഇവിടെ വന്നു, വീട്ടിൽ താമസം ഒക്കെ തുടങ്ങി. ഇത് പുതിയൊരു ലോകമാണ്, പുതിയ ആൾക്കാർ, എങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ നിയമങ്ങളൊന്നും അറിയില്ല. പിന്നെ എന്ത് സംഭവിച്ചു?
മസ്കറ്റിൽ വന്ന ടൈമിൽ ശരിക്കും സൗഹൃദങ്ങളൊന്നും ഇല്ല. എന്നാലും ആ ഒരു കല്യാണം കഴിഞ്ഞ് വന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്, സന്തോഷം, ഞാനും ചേട്ടൻ മാത്രം അടങ്ങുന്ന ഒരു ചെറിയ ഫാമിലി. പിന്നെ ഗ്രാജുവലി അടുത്തുള്ള ഫ്ലാറ്റുകളിലൊക്കെ പരിചയമായി, മലയാളികൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ കോഴിക്കോടുള്ള ഒരു ലേഡിയെ പരിചയപ്പെടുന്നത്. ഒരു ഹൗസ് മെയ്ഡായിരുന്നു. അവർക്ക് ഇവിടെ വന്നിട്ടൊരു മലയാളി ഒരു ഏജൻറ്റ് കൊണ്ടുവന്നതാണ്. അപ്പോൾ കുറച്ച് ഇഷ്യൂസൊക്കെ, ഞാൻ പറയുന്നത് 2003 കാര്യമാണ്. ആ ടൈമിൽ നമുക്ക് ഇവിടുത്തെ നിയമങ്ങളൊന്നും അറിഞ്ഞുകൂടാ, സാമൂഹ്യ പ്രവർത്തകരെയും ഗ്രൂപ്പുകളൊന്നും അറിഞ്ഞുകൂടാ. അപ്പം അവരെന്നും വൈകുന്നേരം ഇരുന്ന് ഇങ്ങനെ കരയുന്നതാണ് കാണാറുള്ള ടെറസിൽ. അപ്പം നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ സമാധാനിപ്പിക്കും, സംസാരിക്കും. അതായത് അവരൊരു സെക്കൻഡ് ഫ്ലോറിലും അവർ ഒരു വില്ലയുടെ സെക്കൻഡ് ഫ്ലോറിലെ ടെറസിൽ നിന്നുകൊണ്ടാണ് തുണി വിരിക്കുകയും കരയൊക്കെ ചെയ്യുന്നത്. ഞാൻ ആ വില്ലയോട് ചേർന്നുള്ള ബിൽഡിങ്ങിലെ 4th ഫ്ലോറിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഒരു ഡയറക്ഷനിൽ ഇവരെ കാണുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേഷന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും അവരവരുടെ ദുരിതങ്ങളൊക്കെ പറയും. ഒരു മലയാളി ഏജൻറ്റിനെ അവർ ചീറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ശരിക്കും ഇതൊക്കെ കേൾക്കുമ്പം ആളുകൾ വിശ്വസിക്കും. എത്രത്തോളം വിശ്വസിക്കുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ വേണ്ടിയിട്ടുള്ള കാരണങ്ങൾ ഒരുപാട് മുന്നിലുണ്ടായിരുന്നു. കാരണം ഒരു ദിവസം ഞാൻ TV-യിൽ ഇങ്ങനെ ന്യൂസിൽ കണ്ടതാണ്, കോഴിക്കോട് ഒരു ട്രെയിൻ ഇടിച്ചിട്ട് ഒരു യുവാവ് മരണപ്പെട്ടു. ഞാനത് സ്ക്രോൾ ചെയ്ത് പോകുന്ന ആ വാർത്ത ഏഷ്യാനെറ്റ് വായിക്കുക, താഴെ കൂടെ സ്ക്രോൾ ചെയ്ത് പോകുന്ന ന്യൂസ് വായിക്കുന്നു. ഒരു ദിവസം വൈകുന്നേരം ഞാൻ ആ വാർത്ത വായിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ ജനൽ തുറക്കുമ്പോഴും ഇവർ താഴെ ഇരുന്ന് കരയുന്നതാണ് കാണുന്നത്. എന്നും കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ട് ഇന്നത്തേന് ഞാൻ അത്ര പുതുമ തോന്നിയില്ലെങ്കിലും ഇത്തവണ അവർ ഭയങ്കരമായിട്ട് അലറി വിളിച്ചിട്ട് എന്നെ നാട്ടിൽ കൊണ്ടുപോകാൻ സഹായിക്കാമോ, എൻ്റെ ബ്രദർ മരിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ബ്രദർ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ട്രെയിൻ ഇടിച്ചിട്ട് മരിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ തലേദിവസമേ അറിഞ്ഞു, ഇവരറിഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ അവരുടെ കാര്യങ്ങൾ ഇടപെടേണ്ടതായിട്ട് വന്നു. അവരുടെ ഏജൻറ്റിനെ വിളിച്ച് സംസാരിച്ചു. കാര്യങ്ങൾ സത്യമാണെന്നുള്ളത് നമുക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അന്ന് രാത്രി ഫ്ലൈറ്റിന് അവരെ നമുക്ക് കയറ്റിവിടാൻ കഴിഞ്ഞു. പക്ഷേ ഏജൻറ്റ് പറഞ്ഞ ഒരൊറ്റ കാര്യം ഉണ്ടായിരുന്നു, ടിക്കറ്റിൻ്റെ കാശ് നമ്മളെടുത്തു. നല്ല മലയാളി സുഹൃത്തുക്കളുടെ സപ്പോർട്ടോടുകൂടി നമുക്ക് അവരെ നാട്ടിലെത്തിക്കാൻ കഴിയും. അന്ന് ഇവിടെ വന്നിട്ട് എത്ര വർഷമായിരുന്നു ഈ ഒരു മസ്കറ്റിൽ? ഒരു വർഷം. ഇയറിൽ. അപ്പോൾ ടിക്കറ്റ് എടുക്കാനൊക്കെ ആരോട്? നമ്മുടെ ബിൽഡിങ്ങിലുള്ള ഫ്രണ്ട്സ് എല്ലാവരുടെ ടിക്കറ്റ് എടുത്ത് കൊടുക്കുമായിരുന്നു അവർ ചെയ്തത്. ഇന്നും ആ ഫുൾ ഫാമിലി സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സംഭവം കഴിഞ്ഞിട്ട്? ആ സംഭവം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഞങ്ങൾ ആരെങ്കിലും ബുദ്ധിമുട്ടുള്ളവരുണ്ടോ എന്നുള്ള രീതിയിൽ തന്നെ നമ്മളുടെ കോണ്ടാക്ട്സ് വെച്ചിട്ടൊക്കെ നമ്മൾ അന്വേഷിക്കുമല്ലോ. ഞാൻ വെറുതെ ഇരിക്കുമായിരുന്നല്ലോ. അപ്പോൾ വെറുതെ ഇരിക്കില്ല, അന്നേരം ഇങ്ങനെ അന്വേഷിക്കും. നമുക്ക് നമ്മളെ ഫ്രണ്ട്സ് ത്രൂ എങ്ങനെയൊക്കെയോ മുന്നിൽ എത്തപ്പെടുന്നു പറഞ്ഞാണ് എനിക്ക് ശരി രേഖ. നമ്മൾ കൂടുതൽ ആളുകളെ തേടി പോകുന്നതല്ല, എങ്ങനെയോ മുന്നിൽ എത്തപ്പെടുന്നവരുടെ നേരെ നമ്മൾ കണ്ണടയ്ക്കാതിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഹസ്ബൻഡിന് നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ഓഫീസിൽ ഞാൻ ഓട്ടോക്കാട് പഠിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് ഓട്ടോക്കാട് ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുകയും പഠിക്കുകയും കൂടിയായിരുന്നു. അപ്പം അവിടെ വരുന്നവരിൽ നിന്നും കേൾക്കുന്ന പല കഥകൾ, ലേബേഴ്സായിട്ട് വരുന്നവരുടെ കഥകൾ, ഞങ്ങൾക്ക് പറ്റുമ്പോൾ ഞങ്ങൾ ആഹാരം വെക്കുമ്പോൾ ഒരാൾ കൂടെ ആഹാരം വെക്കുന്നതിന് കുഴപ്പമില്ല. അത് ആഹാരം വെച്ചിട്ട് പറയുമല്ല, പക്ഷെ അതൊക്കെ നമുക്ക് എല്ലാവർക്കും പറ്റുന്ന കൊച്ചു കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ ആയിട്ട് ഹോസ്പിറ്റൽസിലൊക്കെ ഫുഡൊക്കെ കൊടുക്കാൻ പോയി. അങ്ങനൊരു 10 ഇയേഴ്സോളം നമ്മൾ മാത്രം. പിന്നെ ബിൽഡിങ്ങിലെ ഫ്രണ്ട്സ്, നമ്മൾ മാത്രം എന്ന് വെച്ചാൽ ഫാമിലി, ഞാനും ഹസ്ബൻഡും നമ്മുടെ ബിൽഡിങ്ങിലെ കുറച്ച് ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടി. അങ്ങനെയാണ് പിന്നീടാണ് ഈ ഓർക്കുഡ് സോഷ്യൽ മീഡിയ, ഫേസ്ബുക്കും ഒക്കെ എത്തുന്നത്. അതിലൂടെ ഒരുപാട് വിശാലമായില്ല ലോകം. നമ്മൾ ശരിക്കും ഈ സോഷ്യൽ മീഡിയയുടെ നെഗറ്റീവ്സ് ആണ് കൂടുതൽ കേൾക്കുന്നതല്ലേ, പക്ഷെ നമുക്കിന്ന് പോസിറ്റീവ്സ് മാത്രം സംസാരിക്കാം സോഷ്യൽ മീഡിയയുടെ. അപ്പം ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് വളരെ വലിയൊരു ക്യാമ്പസിലൊക്കെ ഒറ്റപ്പെട്ടിങ്ങനെ നിൽക്കുന്നൊരു ഒരു ഫീലായിരുന്നു ആദ്യം ഫേസ്ബുക്കിലൊക്കെ അക്കൗണ്ട് എടുത്തപ്പോൾ. നമുക്ക് എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞുകൂടാ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പം ഈ ഫാമിലി നിങ്ങൾ ഇപ്പം ഫുഡ് ആർക്കെങ്കിലും ആവശ്യമുള്ളപ്പോൾ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു, ഹോസ്പിറ്റൽസിലൊക്കെ പോകുന്നു, അത് കഴിഞ്ഞിട്ട് ഈ ഫേസ്ബുക്കിൽ അക്കൗണ്ട് തുടങ്ങണമെന്ന് ഇതിൻ്റെ ബേസിലാണോ അതോ? ശരിക്കും സൗഹൃദങ്ങളെ തേടി ഞാൻ എപ്പോഴും എല്ലാവരും പറയാറുണ്ട്, എനിക്ക് ഇവിടെയാണെങ്കിലും നാട്ടിലായാലും ബാങ്കിൽ അക്കൗണ്ട് ഇല്ല, ഫേസ്ബുക്കിൽ മാത്രമേ അക്കൗണ്ട് ഉള്ളൂ. കാരണം സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഴ്സറി സ്കൂൾ മുതൽ പഠിച്ചവരോട് ഇപ്പോഴും നമുക്കൊരു സൗഹൃദമുണ്ട്. അപ്പം ഈ ഫേസ്ബുക്കിൻ്റെയും ഓർക്കുൻ്റെയൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഹൃത്തുക്കളെ കണ്ടെത്തുക, അത് മാത്രം വിചാരിച്ചിട്ടാണ്. വലിയ അറിവൊന്നും ഇല്ലായിരുന്നു അതേക്കുറിച്ച്. എന്നാലും എല്ലാവരും പറഞ്ഞു കേട്ടു സുഹൃത്തുക്കൾ ക്ലാസ്മേറ്റ്സിൻ്റെ ഗ്രൂപ്പാകുന്നു, അങ്ങനെ കേട്ട് ആണ് ഞാൻ ഫേസ്ബുക്കിൽ വരുന്നത്. പക്ഷെ അങ്ങനെ വന്നു. ആദ്യം എനിക്ക് തോന്നുന്നു 2 ആഴ്ചയെങ്കിലും ഫേസ്ബുക്കിൽ നമ്മൾ പണ്ട് പഠിച്ചപ്പോഴത്തെ തമാശകളൊക്കെ പറഞ്ഞിട്ടൊരു ഫണ്ണി പ്ലാറ്റ്ഫോം മാത്രം, അല്ലെങ്കിൽ നമ്മുടെ മെമ്മറീസിൻ്റെ ഒരു പ്ലാറ്റ്ഫോം മാത്രമായിരുന്നു ഫേസ്ബുക്ക്. പിന്നീട് എനിക്ക് തോന്നുന്നു ഇത്രയും പേരെ കണക്ട് ചെയ്ത് ബ്ലഡ് ഡൊണേഷൻ പോലുള്ള എന്തെങ്കിലും
ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളുടെ അതെങ്ങനെ ആ ഒരു ചിന്ത വരുന്ന ബ്ലഡ് ഡൊണേഷൻ? ഇവിടെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ അപ്പോൾ നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നു നമ്മുടെ ബിൽഡിങ്ങിലുള്ള ആരുടെങ്കിലും പറയുന്നല്ലാണ്ട് നമുക്ക് അതിനപ്പുറത്തോട്ട് പബ്ലിക്കിലോട്ട് ഉള്ളൊരു കമ്മ്യൂണിക്കേഷനൊന്നും അന്ന് കൂടുതലായിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനൊരു ഇത് കിട്ടിയപ്പം എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനോട് പറയാം, അവരവരുടെ ഫ്രണ്ട്സിനോട് പറയട്ടെ, ഇതൊരു നെറ്റ്വർക്ക് ആയിരുന്നെങ്കിൽ എന്ന് ഉള്ളിൽ തോന്നിയതാണ്. പക്ഷെ എനിക്ക് എങ്ങനെ ചെയ്യണം എന്താ ഒന്നും ഐഡിയ ഇല്ല. പേജ് ഗ്രൂപ്പ് അതൊന്നും ഐഡിയ ഇല്ല. അങ്ങനെ തിരുവല്ല ഞങ്ങളുടെ നാട്ടുകാരുടെ, തിരുവല്ല ബേസിക്കലി എൻ്റെ സ്ഥലം, ഞങ്ങളുടെ നാട്ടുകാരുടെ ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ ഞാൻ ഇങ്ങനെ ആദ്യമായിട്ട് പോസ്റ്റ് എഴുതിയിടുന്ന അന്ന് എന്താ സംഭവം എന്ന് അറിയാൻ നമ്മളൊരു പോസ്റ്റ് എഴുതിയിട്ടു, ബ്ലഡ് ഡൊണേഷൻ ഇഷ്ടമുള്ള കൂട്ടുകാരുണ്ടോ എൻ്റെ നാട്ടിൽ നിന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, അതിനകത്ത് വന്നിട്ട് ഒരു പയ്യൻ വന്നിട്ട് കമൻ്റ് എഴുതി, ചേച്ചി ഇതേപോലൊക്കെ ബ്ലഡ് ഡൊണേഷൻ മാത്രമുള്ളൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട്, ഇതുപോലൊക്കെ ബ്ലഡ് ഡൊണേഷനല്ല സാമൂഹിക പ്രവർത്തനത്തിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട്, ബി ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട്. അതിലൊരു വിനോദ് എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്, ചേച്ചി പരിചയപ്പെടും. കാരണം ആ ചേട്ടനും ബ്ലഡ് ഡൊണേഷനുമായിട്ട് ഒരുപാട് കണക്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഈ വിനോദ് ഭാസ്കർ എന്നുള്ള ഫേസ്ബുക്ക് ഐ ഡി എനിക്ക് ലിങ്ക് തരുന്നത്. പിന്നെ ഞാൻ തന്നെ അങ്ങോട്ട് മെസ്സേജ് ഇട്ടു, പരിചയപ്പെട്ടു. അപ്പോഴാണ് വിനോദ് ഇങ്ങനെ ബി ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഫേസ്ബുക്കിൽ, എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. കാരണം പേര് കേട്ടപ്പോൾ തന്നെ ഒരു പോസിറ്റീവ്. അങ്ങനെ വി ഹെൽപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ വിനോദിനെ ആഡ് ചെയ്തു. അല്ല, അപ്പം ഈ വി ഹെൽപ്പ് എന്ന് പറഞ്ഞത് അന്നേരം ഉണ്ടോ? അതെ, അന്നേരം ഞാനിങ്ങനെ ചോദിച്ചപ്പം വേറെ ഫ്രണ്ട് പറഞ്ഞ വിനോദിനെ പരിചയപ്പെടുന്നു. അപ്പോൾ വിനോദ് പറഞ്ഞു ഒരു ഫേസ്ബുക്കിൽ ഒരു കൂട്ടായ്മ ഗ്രൂപ്പുണ്ട് വി ഹെൽപ്പ്, അത് 1-2 പേരെയൊക്കെ വിനോദ് ആഡ് ചെയ്തിട്ടുണ്ട്. വിനോദ് മാത്രമാണ് അത് മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്നു. അപ്പം വിനോദ് നേരത്തെ വിനോദിന് ഫ്രണ്ട്സ് സർക്കിളിൽ നിന്ന് ആഡ് ചെയ്തതാണ്. ഇത് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടു, എനിക്ക് വിനോദ് എന്ന് പറയാൻ അറിയില്ല. ഞാനിത് അങ്ങോട്ട് ആവശ്യപ്പെട്ട് എന്ന് പരിചയപ്പെട്ട് മെസ്സേജ് ഇട്ട് എൻ്റെ ഫ്രണ്ടായി, എന്നിട്ട് എന്നെ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് ആക്കിയോണ്ടായിരിക്കും എന്നെ അഡ്മിനും ആക്കി. അങ്ങനെ ഞാനും വിനോദും വി ഹെൽപ്പിന് അഡ്മിനായിട്ട് ഞങ്ങൾ അതൊരു പ്രവർത്തനങ്ങളൊന്നുമില്ല, ഗ്രൂപ്പൊക്കെ ഞാൻ കൊണ്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിന്നു. അങ്ങനെയാണ് വി ഹെൽപ്പ് തുടങ്ങുന്നത്. പിന്നെ എനിക്കറിയാവുന്ന ഫ്രണ്ട്സിനെ മുഴുവനും വി ഹെൽപ്പിൽ ആഡ് ചെയ്തു, വിനോദും ആഡ് ചെയ്തു. എന്നിട്ട് വിനോദിനെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ വേറെ 2-3 പേരുണ്ടായിരുന്നു ഈ ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട്. അങ്ങനെ അഭിഷേക് എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേർ, അപ്പോൾ അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഗ്രൂപ്പ് ഒന്ന് ആക്റ്റീവാക്കി തന്നു. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഇരുന്നപ്പം ആ ഗ്രൂപ്പിൽ ഒരുപാട് ബ്ലഡ് ഡൊണേഷൻ വരാൻ തുടങ്ങി. നമ്മൾ ഹോസ്പിറ്റൽ കേസിനൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്ക് ഭക്ഷണവും മരുന്നും. നിങ്ങളിപ്പോൾ കേസുകൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ആദ്യം എങ്ങനെ കാര്യങ്ങൾ വന്നു തുടങ്ങിയ? ഞങ്ങൾ ആ ഗ്രൂപ്പിൽ നമ്മൾ ഒരുപാട്, ഇപ്പം ഞാൻ രേഖ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ രേഖയ്ക്ക് അറിയാമല്ലോ, രേഖയുടെ പരിചയത്തിൽ ആർക്കെങ്കിലും ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ രേഖ അതിനകത്ത് എഴുതിയിടും. ഇന്ന ഹോസ്പിറ്റലിൽ ഇന്നയാൾക്ക് ബില്ലടയ്ക്കാൻ പൈസ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന രേഖ അത് എഴുതി ഇട്ട് കഴിഞ്ഞാൽ കോൺടാക്ട് നമ്പർ ഇട്ടാൽ തീർച്ചയായിട്ടും വിനോദ് അവരെ വിളിക്കും. വരുമായിരുന്നു അങ്ങനെ. അതെ, ഒരുപാട് പേർ റിക്വസ്റ്റുകൾ മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഭക്ഷണം മെഡിസിൻ മാത്രം വിചാരിച്ചായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാൻ ആക്റ്റീവ് ആകുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ സൈഡിൽ അധികം ആക്റ്റീവ് ആകാതെ തന്നെ ബ്ലഡ് ഡൊണേഴ്സ് കേരള എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് കൂടെ ആയിരുന്നു. കാരണം ഇവിടെ വരുന്ന ബ്ലഡ് റിക്വസ്റ്റുകൾ, ഇതിനകത്ത് ഫുഡ്, മെഡിസിൻ, ബ്ലഡ് എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ ബ്ലഡ് ഡൊണേഷന് മാത്രം വേറൊരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് അഭിഷേക് എന്ന് പറഞ്ഞിട്ട് വിനോദിൻ്റെ ഒരു അറിയുന്നൊരു പയ്യനാണ് ഗ്രൂപ്പ് ആക്കി കൊടുത്തു ബ്ലഡ് ഡൊണേഴ്സ് കേരള. അപ്പം ഫുഡ്, മെഡിസിൻ കാര്യങ്ങളൊക്കെ ഈ വി ഹെൽപ്പിൽ വരും. ബ്ലഡിൻ്റെ റിക്വസ്റ്റൊക്കെ ബ്ലഡ് ഡൊണേഴ്സ് കേരളയിൽ കിട്ടും. അപ്പോൾ ഇത് ഏത് വർഷമായി തുടങ്ങുന്നത്? 2012. 2012. അത് കഴിഞ്ഞിട്ട് പിന്നെ വി ഹെൽപ്പ് എങ്ങനെ മുന്നോട്ടുള്ള യാത്ര എങ്ങനെയായിരുന്നു? വി ഹെൽപ്പിൻ്റെ യാത്ര അവിടെ നിൽക്കട്ടെ, ജസ്റ്റ് നമുക്ക് ബ്ലഡ് ഡൊണേഴ്സ് കേരളമായിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ബാക്കി നമ്മുടെ ഇവിടെ ഇപ്പോൾ മസ്കറ്റിൽ ഒരുപാട് പേര് ആക്റ്റീവായിട്ടുണ്ട്. അവരതിൻ്റെ അടുത്ത എപ്പിസോഡുകൾ അവരതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് പറയും. ഇതിൽ സ്റ്റാർട്ടിങ് മാത്രം ജസ്റ്റ് സൂചിപ്പിക്കുന്നു. വി ഹെൽപ്പിൽ നിന്ന് നമ്മളിങ്ങനെ ബ്ലഡ് ഡൊണേഴ്സ് കേരള ആയി. ബ്ലഡ് ഡൊണേഴ്സ് കേരള പെട്ടെന്ന് അങ്ങ് വളർന്നു. ബ്ലഡ് ഡൊണേഴ്സ് കേരളയ്ക്ക് നെക്സ്റ്റ് ആയത് ഒമാനിലാണ്. ബ്ലഡ് ഡൊണേഴ്സ് കേരള എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഫേസ്ബുക്കിലായതിനു ശേഷം അപ്പോൾ തന്നെ ഞാൻ ഇവിടെയുള്ള കുറേ കൂട്ടുകാരെ ചേർത്തിട്ട് അപ്പോൾ ഇവിടെ നിന്ന് സരസ്വതി മുൻകൈ എടുത്തിട്ട് ബ്ലഡ് ഡൊണേഴ്സ് കേരള ഒമാൻ കൂട്ടുകാർ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് തുടങ്ങി. ആ ഗ്രൂപ്പിൽ ഒരുപാട് സുമനസുകൾ, ഇനിയിപ്പോൾ ആ സുമനസുകളൊക്കെ പതുക്കെ രേഖ പരിചയപ്പെടുത്തും. ഒരുപാട് സുമനസുകൾ ഒപ്പം വന്നിട്ട് ഇപ്പം എത്ര പേരുണ്ട് എന്നറിയാത്ത രീതിയിൽ ബ്ലഡ് ഡൊണേഴ്സ് ഒമാൻ വി ഹെൽപ്പിൻ്റെ പേരിൽ വി ഹെൽപ്പ് ബ്ലഡ് ഡൊണേഴ്സ് ഒമാൻ എന്ന് പറഞ്ഞിട്ടൊരു നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ബ്ലഡ് ഡൊണേഴ്സ് ഗ്രൂപ്പായി മാറിയിട്ടുണ്ട് മസ്കറ്റിൽ. ഒപ്പം തന്നെ വി ഹെൽപ്പും സ്റ്റാർട്ട് ചെയ്തു മസ്കറ്റിൽ. വി ഹെൽപ്പ് മസ്കറ്റ് എന്ന് പറഞ്ഞിട്ട് വി ഹെൽപ്പിൻ്റെയും ആക്റ്റീവായിട്ടൊരു ഗ്രൂപ്പ് പാരലലി, രണ്ടും ഏകദേശം കണക്റ്റഡ് ആണ്. ആളുകൾ നമ്മൾ കോർഡിനേറ്റേഴ്സ് എല്ലാം ഒന്നാണ്. നല്ല രീതിയിൽ ഇത് രണ്ടും മസ്കറ്റിൽ നടന്നു പോകുന്നു. അതേപോലെ GCCയിലെല്ലാം ഉണ്ട്, കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഉണ്ട്. വിനോദ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇന്നിപ്പോൾ പറന്ന് പന്തലിച്ച് ഇത്രയും വരെ എത്തി. ഞങ്ങൾക്ക് ആർക്കും പരസ്പരം അറിയില്ല. ഞങ്ങൾ പരസ്പരം ഒരു ഗെറ്റ് ടുഗദറും ഇല്ല, മീറ്റിംഗ് ഇല്ല, വിഷസ് ഇല്ല. ആർക്കെങ്കിലും വയ്യാണ്ടാകുമ്പോൾ ആ ഹോസ്പിറ്റൽ, ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് ഭക്ഷണത്തിനോ മെഡിസിനോ റിക്വസ്റ്റ് വന്നാൽ ആ ഹോസ്പിറ്റലിൽ നമ്മൾ കണ്ടുമുട്ടും. ഏതെങ്കിലും പേഷ്യൻറ്റിന് വേണ്ടി കണ്ടുമുട്ടും നമ്മൾ കാണുന്നു. പിന്നെ എംബസിയിലൊക്കെ പോയിട്ട് ആരെങ്കിലും നാട്ടിലേക്ക് വിടണം, അങ്ങനത്തെ എന്തെങ്കിലും ഹെൽപ്പ് വേണ്ടി വരുന്ന ടൈമിൽ നമ്മൾ കണ്ടുമുട്ടുന്നതല്ലാണ്ട് ഒരു ആഘോഷങ്ങൾ ഇന്ന് വരെ നമ്മളുടെ ഗ്രൂപ്പിലുണ്ടായിട്ടില്ല. ഇപ്പം
10 വർഷത്തിന് മേളിലായി. അന്ന് തുടങ്ങിയ ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഇപ്പോഴും ആക്റ്റീവ് ആണോ? ഫേസ്ബുക്ക് ഗ്രൂപ്പ് അത്ര ആക്റ്റീവ് അല്ല, ഉണ്ട്, വളരെ റെയറായിട്ട് കേസുകൾ വരുന്നെങ്കിലും എല്ലാം വാട്സപ്പിലായി മാറി. ഫേസ്ബുക്കിലേക്കും ഫേസ്ബുക്കിൽ നിന്ന് നമ്മളെല്ലാവരും ഇപ്പോൾ വാട്സപ്പിലേക്കും ആയി എന്നുള്ളതാണ്. അപ്പോൾ ഈ വി ഹെൽപ്പിനും ബ്ലഡ് ഡോണേഴ്സിനും GCCയിൽ എല്ലായിടത്തും പ്രവർത്തനമുണ്ട്. പക്ഷേ വി ഹെൽപ്പ് എന്നുള്ള പേരിൽ നാട്ടിലും മസ്കറ്റിലും ഒമാനിലും മാത്രമാണ് ഉള്ളത്. ബാക്കി എല്ലായിടത്തും ബ്ലഡ് ഡൊണേഴ്സ് കേരള ഓരോരോ ചാപ്റ്റർ, UAE ചാപ്റ്റർ, ബഹ്റിൻ ചാപ്റ്റർ, ഖത്തർ ചാപ്റ്റർ, അങ്ങനെ. അതെ, ഇവിടെ മാത്രം നമ്മൾ വി ഹെൽപ്പിലാണ് കൂടുതൽ കേസസ് ആദ്യം വന്നിരുന്നത്. ഇവിടുത്തെ ബ്ലഡ് ഡൊണേഷൻ വളരെ നല്ല രീതിയിൽ ബ്ലഡ് ബാങ്ക് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പം വി ഹെൽപ്പാണ് ഇവിടെ ആദ്യം മുതലേ പ്രവർത്തനം കൂടുതൽ നടന്നത്. കാരണം നമുക്ക് രഹിക്കറിയാമല്ലോ, ഈ ഹോസ്പിറ്റലുകളിലൊക്കെ ഒരുപാട് ഹൗസ് മെയ്ഡ്സൊക്കെ ബുദ്ധിമുട്ടിൽ ഇരിക്കുന്ന സമയത്ത് നല്ലവരായിട്ടുള്ള ഡോക്ടേഴ്സ്, സിസ്റ്റേഴ്സൊക്കെ പറഞ്ഞ് നമ്മൾ അറിയും. നമ്മൾ കൂട്ടിരിക്കാൻ പോകാറുണ്ട്, ഭക്ഷണം കൊടുക്കാൻ പോകാറുണ്ട്. അങ്ങനെയായി നമ്മുടെ വി ഹെൽപ്പിൽ ഒരുപാട് സുമനസ് ആളുകളുണ്ട്. പിന്നീടാണ് ഇവിടെ ബ്ലഡ് ഡൊണേഷൻ ഗ്രൂപ്പ് വളർന്നത്. ഇവിടെ വി ഹെൽപ്പാണ് ഇപ്പോഴും ആ ഒരു പേരിലാണ് അറിയപ്പെടുന്നത്. പിന്നെ വേറൊരു എടുത്തു പറയേണ്ട കാര്യം, നമ്മളുടെ ഗ്രൂപ്പിൽ ഇത്രയും വർഷമായിട്ട് വിനോദ് ഭാസ്കർ തുടങ്ങി, വിനോദാണ് അതിൻ്റെ ആള്. പക്ഷേ നമുക്ക് ആർക്കും ഒരു പ്രസിഡന്റ്, സെക്രട്ടറി അങ്ങനത്തെ സ്ഥാനങ്ങളൊന്നും നമ്മളുടെ BDK റിലേറ്റഡ് ആയിട്ട് ഒരു ഗ്രൂപ്പിനും ഇല്ല. എല്ലാവരും കോർഡിനേറ്റേഴ്സാണ്, എല്ലാവരും സപ്പോർട്ടേഴ്സാണ്, എല്ലാവരും ഡോണേഴ്സാണ്. അങ്ങനെ നിങ്ങൾ ചെയ്ത ഒരു പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും എണ്ണാൻ പറ്റുന്ന ഒന്നും ആയിരിക്കില്ല. ദിവസവും എന്ന് പറഞ്ഞ പോലെ ഇതിപ്പോൾ ജീവിതത്തിൻ്റെ ഭാഗമായി അല്ലേ? തീർച്ചയായിട്ടും ജീവിതത്തിൻ്റെ ഭാഗം. ഒരുപാട് മക്കളെ കിട്ടി, ഒരുപാട് അച്ഛനമ്മമാരെ കിട്ടി, സഹോദരങ്ങളെ കിട്ടി. അങ്ങനെ ഇങ്ങനെ സൊസൈറ്റിയിലേക്ക് തിരിച്ചിങ്ങനെ കൊടുക്കണം അല്ലെങ്കിൽ സഹായിക്കണം എന്നുള്ള ഒരു ചിന്ത എവിടുന്ന വരുന്നത്? അച്ഛനും അമ്മയുടെ അടുത്തും കിട്ടിയതാണോ? എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് അച്ഛനും അമ്മയും വീട്ടിൽ ഇങ്ങനെ ഡ്രസ്സുകൾ, അതായത് നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ ആയിരിക്കാം, യൂസ്ഡ് ആയിട്ടുള്ള നല്ല ഡ്രസ്സുകൾ എവിടെ പോയാലും കളക്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടില്ലാത്തവർക്ക് കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ സ്കൂളിൽ നിന്ന് അച്ഛൻ വരുമ്പോൾ ആദ്യം ചോദിക്കുന്നത് ഓരോ കുട്ടികളെയും കുറിച്ചും ചോദിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും A to Z ഇങ്ങനെ സ്കൂളിൽ പറയുമ്പോൾ ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അത് ആര് കൊടുത്തു, ആർക്ക് കൊടുത്തു എന്നറിയരുതെന്നുള്ളതാണ് പേര്. അത് അറിയാതെ സ്കൂളിൽ എത്തിച്ച അച്ഛന് ചെറിയൊരു വരുമാനമാണ്, അച്ഛൻ അമ്പലത്തിലെ പൂജാരിയാണ്, വളരെ ചെറിയ വരുമാനത്തിലാണ്. പക്ഷേ നമ്മളുടെ ചിലവുകൾ ചുരുക്കിക്കൊണ്ട് കൂട്ടത്തിൽ പഠിക്കുന്ന അച്ഛൻ്റെ, ഞങ്ങൾ 3 പെൺകുട്ടികളാണ്, ഞങ്ങളുടെ 3 പേരുടെയും ക്ലാസ്സിൽ കൂടെ പഠിച്ചിട്ടുള്ള കുട്ടികളെ അച്ഛനമ്മ ഞങ്ങൾക്ക് എപ്പോഴും ഫുഡ് തന്നു വിടുമ്പോൾ അങ്ങനെയുള്ള കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളെയും പഠിപ്പിച്ചിരുന്നു, ചെയ്യുന്നവരെ ആരോടും പറയും. ഇപ്പോഴും നമ്മൾ ചെയ്യുന്നു ആരെ എന്നുള്ളത് നമ്മൾ അവരുടെ ഐഡൻറ്റിറ്റി നമ്മൾ പബ്ലിക് ആക്കില്ല, ഫോട്ടോ എടുക്കില്ല, നമ്മൾ കണ്ടിട്ടുകൂടിയില്ല പലരെയും. ഈ പറഞ്ഞ ലിസ്റ്റിൽ നമ്മൾ ഒരു 1000+ കേസുകൾ ഒരു വർഷം പോകുന്നുണ്ടെങ്കിൽ അതിൽ 1-2 പേരെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടാകത്തുള്ളൂ. ബാക്കി ആരെയും നമ്മൾ കണ്ടിട്ട് ചെയ്യുന്നതല്ല, പരസ്പരം വിശ്വാസത്തിൻ്റെ പുറത്ത് ഇങ്ങനെ ചെയ്യുന്നു. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം ഇവിടെ ഗൾഫിൽ വന്നിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, വീട്ടിൽ ഫാമിലി വിസയിൽ വന്നെങ്കിൽ ഇരുന്ന് പോയി ഒരു കാര്യത്തിൽ ഇടപെടാനോ അല്ലെങ്കിൽ പഴയ പോലെ ലൈഫൊന്നും കുറച്ച് നാളൊക്കെ എൻജോയ് ചെയ്യുന്നു, സ്ഥലങ്ങളൊക്കെ കാണുന്നു, അത് കഴിഞ്ഞാൽ മടുപ്പാണ് എന്ന് പറയുന്നവരോട് എന്താ പറയാനുള്ളത്? നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് നല്ല വാക്കുകൾ വേറൊരാൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു സാമൂഹിക പ്രവർത്തനമല്ല. ഇപ്പം അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും, പുറത്തോട്ട് പോയി ചെയ്യാൻ പറ്റില്ല. അപ്പം എനിക്ക് എൻ്റെതായ ഒരുപാട് ലിമിറ്റേഷൻ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓടി നടന്ന എല്ലാ ഹോസ്പിറ്റലിലും പോയൊരു കാലമുണ്ട്. അതിനുശേഷം എനിക്ക് എൻ്റെതായ കുറച്ച് അധികം എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് വന്നു. അപ്പോൾ എനിക്ക് എന്നിലേക്ക് ഒതുങ്ങുന്നതായിട്ട് എനിക്കും ഈ ഒരു ഫീലായി. പുറത്ത് പോയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, നമുക്കിവിടെ വീട്ടിൽ വീട്ടിൽ നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയത്തും ഇപ്പം ഏറ്റവും അടുത്തുള്ള നമ്മളെ ബിൽഡിങ്ങിൽ തന്നെ ആർക്കെങ്കിലും ഒരു ചെറിയ വിഷമം ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ സൊല്യൂഷൻ കാണാൻ പറ്റിയില്ലെങ്കിൽ വിഷമിക്കേണ്ട എന്നൊന്ന് പറയാമല്ലോ അല്ലേ? ആ രീതിയിൽ നമ്മളൊന്ന് പുറത്തോട്ട് ഇറങ്ങി ചെന്നാൽ നമുക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകും ഉറപ്പായിട്ടും. അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ബേബി സിറ്റിങ്ങിലൊക്കെ വിടുന്ന കുട്ടികളില്ലേ, ഒരുപാട് അമ്മമാർ ബേബി സിറ്റിങ്ങിലൊക്കെ കുട്ടികളെ വിട്ടിട്ടാണ് തിരിച്ചു വന്നിട്ട് ആ കുട്ടികളെ എടുത്തുകൊണ്ട് വന്നിട്ട് അവർ വൈകുന്നേരത്തെ ആ സമയത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് അപ്പുറത്തെ ആളിൽ കുറ്റമൊന്നും പറയണ്ട, വേറെ ഒരു ഫ്ലാറ്റിലെയും കാര്യങ്ങൾ ഷെയർ ചെയ്യണ്ട, ആ കുട്ടിയെ എടുത്തുകൊണ്ട് നിന്ന് കുറച്ച് സമയം വർത്തമാനം പറഞ്ഞ് നിൽക്കുവാണെങ്കിൽ പോലും അമ്മയ്ക്ക് അമ്മയുടെ ജോലി നടക്കും, കുട്ടിയുടെ പ്രസൻസ് കൊണ്ട് ആ രീതിയിലൊക്കെ നമ്മൾ ബിൽഡിങ്ങുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റുന്നത് പോലെ ചെയ്യാറുണ്ട്. അപ്പം അതും വലിയ സേവനം ചെയ്തെന്നല്ല ഞാൻ പറയുന്നത്, ആ രീതിയിലൊക്കെ നമ്മുടെ ആളുകൾക്ക് ഒത്തിരി പേരുണ്ട് അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്ക് ഇൻവോൾവ് ആവാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. ഇല്ലെന്നും പറഞ്ഞ ഉള്ളിലിരിക്കുന്നത് സോഷ്യൽ മീഡിയയ്ക്ക് പോസിറ്റീവ് സൈഡ്സേ ഉള്ളൂ. ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇപ്പം പറഞ്ഞില്ലേ ജോലിയില്ലാതിരിക്കുന്ന അവർക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യാം. ബ്ലഡിൻ്റെ കേസുകളെല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഡോണേഴ്സിനെ കണ്ടുപിടിക്കാൻ അവർക്കിപ്പം എനിക്ക് അറിയുന്ന 10 പേരെ അല്ല രേഖയ്ക്ക് അറിയുന്നത്. അപ്പം കണ്ണൂർ ഇപ്പോൾ ബ്ലഡ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോസ്റ്റ് ചെയ്താൽ രേഖ ഉൾപ്പെടെ എല്ലാവർക്കും
അത് കണ്ണൂരുള്ള രേഖയുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ പറ്റും. ജസ്റ്റ് ഒരു കോപ്പി പേസ്റ്റ്, നമ്മളൊന്നും വലിയ കാര്യങ്ങളൊന്നും അല്ല ചെയ്യുന്നത്, കോപ്പി പേസ്റ്റ് മാത്രമാണ്. അത്രയും ആളുകളിലേക്ക് എത്തുകയല്ലേ ചെയ്യുന്നത്. പക്ഷെ ഫൈനലി അതിന്റെ ഒരു സഹായം ആ ആൾക്ക് പേഷ്യന്റിന് എത്തിയിരിക്കും ആ രീതിയിൽ. പിന്നെ ഈ ബ്ലഡ് ഡൊണേഷൻ രംഗത്താണെങ്കിലും പൈസ വാങ്ങിച്ചിട്ട് ബ്ലഡ് കൊടുക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും ആക്റ്റീവായപ്പം അത്തരത്തിലുള്ള കള്ളത്തരങ്ങളെല്ലാം നിന്നു. അങ്ങനെ ചില ശത്രുക്കളെയും കിട്ടി. കാരണം അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു പോസിറ്റീവ് കാര്യം പറഞ്ഞാൽ ഉടനെ നെഗറ്റീവ്സ് കമൻറ്റുമായിട്ട് വരുന്ന ആളുകളും 1-2 പേര്. ഞാനിപ്പോൾ ചിന്തിക്കുന്നത് വെച്ചാൽ നമുക്ക് ഒരു 99.9999% ആളുകളും പറയുമ്പം 0.0001% 1-2 പേര് നെഗറ്റീവ് പറഞ്ഞോട്ടെ. കാരണം അത് ഈ കള്ളത്തരത്തിനെ എതിർത്തതിൻ്റെ പേരിൽ കിട്ടിയ ശത്രുക്കളാണ്. അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം സോഷ്യൽ മീഡിയ വളരെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്, പ്രത്യേകിച്ച് ലേഡീസിന് സേഫാണ്. നമ്മൾ നെഗറ്റീവ് സൈഡിലോട്ട് പോകാതിരുന്നാൽ ഒരുപാട് പോസിറ്റീവ് സൈഡ്സ് ഉണ്ട്. ഒരുപാട് നല്ല സ്വന്തം എക്സാമ്പിളിലാണ് പറയുന്നത്. അതെ. പിന്നെ രേഖ ഇപ്പോൾ ചോദിച്ച പോലെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, നമ്മളുടെ വീട്ടിലെ ഷെൽഫ് അടിക്കാൻ പോലും നമുക്ക് എന്തെല്ലാം സാധനങ്ങൾ വേണ്ടാത്തത് കിട്ടുന്നില്ല. ഇപ്പം നമ്മൾ ഇന്ന് ചിന്തിക്കുകയാണ്, ജസ്റ്റ് ഒന്ന് നമുക്കൊരു 7 മാസത്തേക്ക് വേണ്ടാത്ത സാധനങ്ങളൊന്ന് മാറ്റാം എന്ന് വിചാരിച്ചാൽ തന്നെ അത് ഫുൾ വേറൊരു ഫാമിലിക്ക് ലൈഫ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാകുന്നു. അപ്പം അവർക്ക് കൊടുക്കാം, വേറൊരാളിൽ നിന്ന് കളക്ട് ചെയ്ത് കൊടുക്കാം. ഒന്നുമില്ല, നമ്മൾ വെക്കുന്ന ഭക്ഷണത്തിൻ്റെ പങ്ക് വേറൊരാൾക്ക് കൊടുക്കാം. അങ്ങനെ ഒരുപാട് അങ്ങനെ ഡ്രസ്സസിൻ്റെ ഒക്കെ കളക്ട് ചെയ്ത് നമ്മുടെ നാട്ടിലേക്ക് ഡ്രസ്സിൻ്റെ കളക്ട് ചെയ്തിട്ട് നമ്മൾ നാട്ടിലും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് നാട്ടിൽ നിന്നൊക്കെ റിക്വസ്റ്റ് കിട്ടും. നമ്മൾ സോഷ്യൽ മീഡിയയിൽ പറയുമ്പോൾ നാട്ടിൽ നമ്മളുടെ കൂടെ പഠിച്ച കുട്ടികൾ, നമ്മളുടെ റിലേറ്റീവ്സ് എല്ലാവരും നമ്മൾ അഡ്രസ്സ് കൊടുക്കാമെങ്കിൽ ആർക്കാണോ ഡ്രസ്സ് വേണ്ടത്, യൂസ്ഡ് ബട്ട് യൂസ്ഫുൾ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഏറ്റവും മനോഹരം, നമ്മൾ പോലും യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും മനോഹരമായ ഡ്രസ്സുകൾ തന്നെയാണ് നമുക്ക് കിട്ടാറുള്ളത്. അതുപോലെ ഞാൻ ഈയിടെ സരസ്വതിയുടെ പോസ്റ്റുകളിൽ വീൽ ചെയർ ഒരുപാട് ആവശ്യം റിക്വസ്റ്റ് കാണാറുണ്ട്. അതിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഞാൻ എത്തപ്പെട്ടതാണ്. അപ്പം എങ്ങനെ എത്തിയെന്ന് ചോദിച്ചാൽ സത്യം പറയാൻ എന്തോ മിറക്കിൾ പോലെയാണ്. അതൊരു 2 വർഷം മുന്നേ ഒരു April 23 ഞാൻ കോയിൻസിഡൻസ് ആയിട്ടൊരു പോസ്റ്റ് കണ്ടാണ്. ശരത്ത് എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു പോസ്റ്റ്. ശരിക്കും ആ വീൽ ചെയറിൻ്റെ ഫോട്ടോ ഉണ്ടാവും, നമ്മൾ ശരിക്കും വിഷമിച്ചു പോയി. ഒരു ഇരുമ്പിൻ്റെ ഒരു ബേസിൽ ഇരുമ്പിൻ്റെ ബോർഡർ ലൈനൊക്കെ ആയിട്ട് അതൊരു പ്ലാസ്റ്റിക് കസേര വെച്ചിട്ടൊരു വീൽ ചെയർ, അത് ഒരു കുട്ടിക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. ഒരു ലേഡിക്ക് 23 ഇയേഴ്സ് ഉള്ള ഒരു ലേഡിക്ക് അത് ആവശ്യമുണ്ട്, എവിടെയെങ്കിലും ഇത്തരം കിട്ടുന്നെങ്കിൽ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് ശരത്ത് എന്ന് പറയുന്ന ഒരാളുടെ പോസ്റ്റ് കണ്ടു. ശരത്ത് എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് ആയത് എപ്പോഴാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിവേ ഞാൻ പോയിട്ട് ശരത്തിന് മെസ്സേജ് ഇട്ടു, ശരത്ത് ഞങ്ങൾ കുറച്ച് കൂട്ടുകാരെ അത് വാങ്ങിക്കാം, എനിക്ക് പറ്റില്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ വീൽ ചെയർ എത്തിച്ചു കൊടുക്കും എന്നുള്ള കുറച്ച് നല്ല സുഹൃത്തുക്കൾ, ഞാൻ മുന്നേ പറഞ്ഞ പോലെ സമ്പാദ്യം, വലിയൊരു സമ്പാദ്യം എനിക്കുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു പങ്ക് കൊടുത്താൽ മതിയല്ലോ. ഏതെങ്കിലും ഒരു ഫ്രണ്ട് അത് കൊടുക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ ഒന്നുമല്ല, ഞാൻ ബിഗ് സീറോ, എൻ്റെ കൂടെയുള്ള സമ്പാദ്യങ്ങളാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം ഞാൻ ശരത്തിനോട് നമ്മൾ വാങ്ങിച്ചു തരാം, എന്തിനാ അവർക്ക് ഈ പ്ലാസ്റ്റിക്. എൻ്റെ മനസ്സിൽ അതൊരു പൊട്ട വീൽ ചെയർ എന്നായിരുന്നു. പൈസ ഇല്ലാത്തതുകൊണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ വീൽ ചെയർ, പ്ലാസ്റ്റിക് ചെയർ വെച്ചിട്ടുള്ള ഇരുമ്പിൻ്റെ ഫ്രെയിം. അപ്പോൾ ശരത്ത് പറഞ്ഞു, ചേച്ചി അതങ്ങനെയല്ല, ഇതിപ്പോൾ കിട്ടാനില്ല, അത് കേരളത്തിൽ കിട്ടാനില്ല, ഇത് വളരെ വർഷങ്ങൾക്ക് മുന്നേ US നിന്ന് ഇറക്കുമതി ചെയ്തതാണ്, അതൊരു 20 ഇയേഴ്സിനകത്തായി അവരത് നിർത്തി ഈ ഇങ്ങനത്തെ വീൽ ചെയറിൻ്റെ പ്രൊഡക്ഷൻ. പക്ഷേ ആ ടൈമിൽ സ്പൈനൽ ഇഞ്ചുറി പറ്റിയവരെല്ലാവർക്കും ഇത് ഫ്രീ ആയിട്ട് 1000 ചെയേഴ്സ് കിട്ടി. അവർക്ക് ഇപ്പോൾ അതൊക്കെ ഒടിഞ്ഞു തുടങ്ങി, പക്ഷേ അവർക്ക് ഇതേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അവർ ഇതായിട്ട് യൂസ്ഡ് ആയി. എന്താ അതിൻ്റെ സ്പെഷ്യൽ? അത് സ്പൈനിൽ കുറച്ചൊരു ഒത്തിരി ഡീപ്പായിട്ട് പരിക്ക് പറ്റിയ ആളുകൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ ഇരിക്കാന്ന് പറഞ്ഞാലാണ് ആ ഒരു വീൽ ചെയർ. നമ്മൾ കാണുന്ന ബാക്കി സോഫ്റ്റ് ആയിട്ടുള്ളതും ഫ്ലെക്സിബിളൊന്നും അവർക്ക് ആ സ്പൈൻ സപ്പോർട്ട് കിട്ടാത്തതുകൊണ്ടായിരിക്കാം. അങ്ങനെ ശരത്ത് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇത് തന്നെയാണല്ലോ വേണ്ടത്, ഇതേക്കുറിച്ച് എനിക്കൊന്നും അറിഞ്ഞുകൂടാ. അങ്ങനെ ഞാനത് ശരത്തിൻ്റെ പെർമിഷനോടുകൂടി ആ പോസ്റ്റ് എൻ്റെ മുകളിലിട്ടു. അപ്പം അത് കണ്ടെത്തണം എന്നൊരു ഉള്ളിൽ നിന്നൊരാഗ്രഹം. കാരണം ഒരാൾക്ക് ഇത് തന്നെ കിട്ടണം, അവർക്ക് ഫിനാൻഷ്യൽ പ്രശ്നമല്ല, ഒരു പൈസ മുടക്കാൻ തയ്യാറാണ്. എന്നിട്ട് അവസാനം ശരത്തിനോടൊരു കാര്യം പറഞ്ഞു, ചേച്ചി ഞങ്ങൾ ആക്രിക്കടകൾ വരെയും പോയി തിരഞ്ഞു, പഴയത് കിടക്കുന്നുണ്ടെങ്കിൽ നന്നാക്കി എടുക്കാം. അങ്ങനെ അവർക്കത് കിട്ടാതെ വന്നു. ദൈവത്തിലൊക്കെ നല്ല വിശ്വാസമാണ്, എല്ലാ ദൈവത്തിലും പ്രാർത്ഥിച്ചിട്ട് തന്നെ നമ്മൾ ഫേസ്ബുക്കിലും അതേപോലെ എൻ്റെ നാട്ടിലെ ഗ്രൂപ്പിലെല്ലാം ഇട്ടു. അപ്പം ശരത്ത് പോസ്റ്റ് ചെയ്തിട്ട് 2 ദിവസം ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനത് പോസ്റ്റ് ചെയ്തൊരു വിതിൻ 1 hour ഒരു ബിഷപ്പ്, തിരുവല്ലയിലുള്ള ബിഷപ്പ് അത് പോസ്റ്റ് കണ്ടിട്ട് പേഴ്സണൽ മെസ്സേജിൽ വന്നിട്ട് പറഞ്ഞു, കുട്ടി ഞാൻ ആ വീൽ ചെയർ തരാം, എനിക്ക് 100 രൂപ തരണം, വേറെ ഒന്നും കൊണ്ടുമല്ല, എൻ്റെ അമ്മ അത് ഉപയോഗിച്ചതാണ്, അമ്മ മരണപ്പെട്ടു, വീട്ടിൽ പുതിയതുപോലെ നല്ലതായിട്ട് ഞങ്ങൾ വെച്ചു, കാരണം ഞങ്ങൾക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാമെന്ന് ഞങ്ങൾ കളഞ്ഞില്ല, പക്ഷേ കൊണ്ടുവന്നവരും അത് അങ്ങനെ തന്നെ നന്നായിട്ട് ഉപയോഗിക്കണം, അപ്പം ഒരു പൈസ തന്നങ്ങ് വാങ്ങിക്കുമ്പോൾ. അങ്ങനെ എന്തോ കോയിൻസിഡൻസ് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 15 മിനിറ്റ് ദൂരം മാത്രം
വിളിച്ചു പറഞ്ഞു. അച്ഛനതപ്പം തന്നെ എടുത്തു, എറണാകുളത്ത് എത്തിച്ചു ആ കുട്ടിക്ക്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വീണ്ടും അതെ, വീണ്ടും ആ ഒരൊറ്റ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റിലൂടെ ഒരുപാട് പേരുടെ ഷെയറും ഒരുപാട് പേരുടെ സപ്പോർട്ടും ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ചൊരു വീൽ ചെയർ നമുക്ക് അത് എത്തിച്ചു. അങ്ങനെ ഞാൻ അവരുടെ ആ വീൽ ചെയറിൽ ഇരിക്കുന്ന ആളുകളുടെ ബുദ്ധിമുട്ടുകളും വീൽ ചെയറിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. ശരത്തുമായിട്ട് ഡിസ്കസ് ചെയ്തു. ഇത്തരം വീൽ ചെയറുകളപ്പം ഇനി വീണ്ടും അതിനിടയ്ക്കൂടെ ഒരു സംഭവമുണ്ട്. ഞാൻ തിരുവല്ലക്കാർ എന്ന് പറഞ്ഞ ആ പോസ്റ്റ് ഞങ്ങൾ തിരുവല്ലക്കാർ മാത്രമുള്ളൊരു ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തപ്പം ബിഷപ്പ് പറഞ്ഞു വീൽ ചെയർ നൽകാൻ പറഞ്ഞു. അത് വീൽ ചെയർ ഓക്കെ ആയി. പക്ഷേ പാരലി തന്നെ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് വാളിലിട്ടിരുന്നു. അപ്പോൾ ഒരുപാട് പേര് അവരുടെ വീട്ടിലിരിപ്പുണ്ട്, തുരുമ്പിച്ചതാണ്, എടുക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള കമൻറ്റുകളുമായിട്ട് വീണ്ടും കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ ഇത്തരം വീൽ ചെയർ ഇരിക്കുന്നു എന്നറിഞ്ഞു. അപ്പോൾ ഞാൻ ശരത്തോട് ഡിസ്കസ് ചെയ്തതാണ് നമുക്കത് എടുത്ത് അത്യാവശ്യക്കാർക്ക് കൊടുത്താലോ എന്ന്. ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടി ഒരു മെസ്സഞ്ചർ ചാറ്റ്, അതൊരു വീൽ ചെയർസ് എന്ന് പറഞ്ഞൊരു വാട്സപ്പ് കൂട്ടായ്മ എത്തപ്പെട്ടു. ഏപ്രിൽ 2 വർഷം തികഞ്ഞു. 167 പേർക്ക് സൗജന്യമായിട്ട് വീൽ ചെയറുകൾ എത്തിച്ചു. എനിക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ ഇങ്ങനെ വരും. 167 പേർക്ക് വീൽ ചെയർ എത്തിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ 167 പേർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നൽകാൻ സാധിച്ചു. മുഴുവനും കൂട്ടുകാരുടെ സപ്പോർട്ടാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്ന് ഞങ്ങൾ വീൽ ചെയർ എടുത്തിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഞങ്ങൾ വീൽ ചെയർ കൊടുത്തിട്ടുണ്ട്. അത് പറയുമ്പോൾ രേഖ എനിക്ക് ഏറെ അഭിമാനത്തോടെ പറയേണ്ട ഒരു കാര്യമാണ്. അഭിമാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രേഖ പറഞ്ഞതുപോലെ സത്യം പറയുമെങ്കിൽ ഒരുപാട് സന്തോഷം, ഒരുപാട് അഭിമാനമൊക്കെ തോന്നി. നമ്മളെ ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഞാൻ ഈ പറയുന്നതൊക്കെ കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുന്ന ആളുകൾ എന്നെ കാണുന്നില്ല, എന്നെ അറിയുന്നില്ല. ഞാൻ എന്തെല്ലാം കള്ളത്തരങ്ങളും വക്രത കാര്യങ്ങൾ, സ്വയമായിട്ട് പേരെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറ്റിക്കുന്നു, പൈസ കളക്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യും. നമ്മൾ ആരുടെയും കയ്യിൽ നിന്നും ഒരു രൂപ വാങ്ങിച്ചാൽ പോലും നമുക്കത് ഉള്ളിലൊരു പേടിയാണ്, നമ്മളും തെറ്റിദ്ധരിക്കപ്പെടുമോ എന്ന്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മുടെ കൂടെ പഠിച്ച കുട്ടികൾ, നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ നാട്ടുകാർ, ഇതിനെല്ലാം മേളിൽ നമ്മുടെ ഗുരുക്കന്മാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മളിലുള്ളൊരു നേരിട്ടറിയുന്നതല്ലേ. അങ്ങനെ ഒരു വളരെ നല്ലൊരു സന്തോഷകരമായൊരു കാര്യം കൂടെ ഞങ്ങളുടെ വീൽ ചെയർ ഗ്രൂപ്പിൽ നടന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ പറഞ്ഞ ആ വീൽ ചെയർ ഇപ്പോൾ വാങ്ങാൻ കിട്ടില്ല. കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും അതിൻ്റെ ഫോട്ടോസ് എല്ലാം ഉണ്ട്. ഞാൻ രേഖയ്ക്ക് അത് അയച്ചു തരാം. അത് കാണുമ്പോൾ അത്ര തുരുമ്പിച്ച് അത്ര ബുദ്ധിമുട്ടിലായിട്ട് കിടന്ന ആ വീൽ ചെയറുകൾ ഇപ്പം കമൻറ്റിൽ ഇങ്ങനെ വന്നത് കണ്ടിട്ട് എന്നെ പഠിപ്പിച്ചൊരു അധ്യാപകൻ, സാറിൻ്റെ പേരെനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ, ഫിലിപ്പ് നടക്കൽ സാറ്. ഫിലിപ്പ് സാറ് എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾ എത്ര വീൽ ചെയർ വേണമെങ്കിലും കളക്ട് ചെയ്തോ, ഏത് അവസ്ഥയിൽ മോശത്തിലുള്ളത് വേണമെങ്കിലും കളക്ട് ചെയ്തോളൂ, ഇത് വാങ്ങാൻ കിട്ടില്ല, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കാം പറ്റുന്നതാണെങ്കിൽ, പക്ഷേ അത് ആർക്കും പറ്റിയിട്ടില്ലെന്നാണ് എൻ്റെ അറിവ്. സാർ അത്ര മോശം കണ്ടീഷനുള്ള വീൽ ചെയറുകൾ ഞാൻ പഠിച്ചത് വെണ്ണിക്കുളം പോളിടെക്നിക്കിലാണ്. അപ്പം ഞങ്ങൾ പഠിച്ച പോളിടെക്നിക്കിൽ എന്നെ പഠിപ്പിച്ച അധ്യാപകനാണ് ഫിലിപ്പ് സാറ്. ഫിലിപ്പ് സാറ് പറഞ്ഞൊരു വാക്ക്, നിങ്ങൾ കോളേജിൽ എത്തിച്ചു തരുവാണെങ്കിൽ, ഫിലിപ്പ് സാറിൻ്റെ ആ സാറിനുമായിട്ട് അത്രയും അടുപ്പമുള്ള ഒരു പ്രദീപ് സാറാണെന്ന് ഡിപ്പാർട്ട്മെൻറ്റിൽ ഹെഡായിട്ടുള്ളത്, ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ്. അപ്പം പ്രദീപ് സാറും സാറ് പഠിപ്പിക്കുന്ന കുട്ടികളും കൂടെ ചേർന്ന് വീൽ ചെയർ വളരെ മനോഹരമായിട്ട് വൃത്തിയാക്കി അതിനകത്ത് വന്നിട്ടുള്ള കേടുപാടുകൾ മുഴുവനും മാറ്റി പുതിയതായിട്ട് എങ്ങനെയായിരുന്നോ കിട്ടിയത് അതിനേക്കാളും ഒരു സ്റ്റെപ്പ് കൂടെ ഭംഗിയാക്കി വീൽ ചെയറുകൾ തിരിച്ചെത്തിച്ചു കൊടുക്കുന്നു. സൗജന്യമായിട്ട് ഒരു രൂപ പോലും വാങ്ങിക്കുന്നില്ല. നമുക്ക് വീൽ ചെയർ ഞങ്ങളുടെ ഗവൺമെൻറ് പോളിടെക്നിക് വെണ്ണിക്കുളം അവിടെ എത്തിക്കേണ്ട കാര്യമേ ഉള്ളൂ, അവിടെ നിന്ന് തിരിച്ചെടുക്കേണ്ട കാര്യമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് ആ കുട്ടികളെല്ലാവരോടും ഒരു സർവീസ് മൈൻഡോടുകൂടി ആ കുട്ടികളിലേക്കും അത്രയും ഒരു നല്ല മെസ്സേജ് പോകുന്നു. അവർക്കത് പഠിക്കാനും പറ്റുന്നു ഇത്രയും അതിൻ്റെ കാര്യങ്ങൾ. എന്നിട്ട് നമ്മളത് അർഹിക്കുന്നവർക്ക് എത്തിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഈ ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് വീൽ ചെയറുകളുടെ റിക്വസ്റ്റ് വരുന്ന എല്ലാവർക്കും തന്നെ, അത് നമ്മൾ അഭിമാനത്തോടെ പറയും, ആരൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം നമ്മൾ സൗജന്യമായിട്ട്, ഒരാൾ ചിലപ്പം ഫിനാൻഷ്യലി ഉള്ള ആളുകളായിരിക്കാം, നമ്മൾ അത്തരത്തിലൊരു പട്ടാളക്കാരന് അത് ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. അതും എൻ്റെ വീടിനടുത്തുനിന്ന് വന്ന റിക്വസ്റ്റാണ്. അദ്ദേഹത്തിന് ആർമിയിൽ വെച്ചിട്ടുണ്ടായ ഒരു പരിക്കിൻ്റെ ഭാഗമായിട്ട് ഈ തരത്തിലുള്ള വീൽ ചെയറാണ് കൂടുതൽ ഹെൽപ്ഫുൾ ആണെന്ന് വെച്ച് കോൺടാക്ട് ചെയ്തിരുന്നു. അദ്ദേഹം നമ്മൾ എന്ത് പൈസ വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞിരുന്നു. വീട്ടിൽ നമ്മൾ എത്തിച്ചു കൊടുത്തപ്പോൾ വണ്ടിക്കൂലി ആ ഒരു പെട്രോളിൻ്റെ പൈസയെങ്കിലും വാങ്ങണമെന്ന് പറഞ്ഞു. നമ്മൾ ഒരു 10 പൈസ കൂടി വാങ്ങാതെ തന്നെ അദ്ദേഹത്തിനൊക്കെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ടതല്ല, ശരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ സംരക്ഷകരല്ലേ, അദ്ദേഹത്തിന് നമുക്കൊരു വീൽ ചെയർ എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞു, ഈ ഒരു പ്ലാസ്റ്റിക് ടൈപ്പ്. പിന്നെ വേറെ പല മോഡലുകൾ. ചില ആളുകളുടെ അവസ്ഥകൾ നമ്മൾ കേൾക്കുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ എത്ര ബ്ലെസ്ഡാണ്. ഇപ്പോൾ ഇന്നത്തെ നമ്മളുടെ ആഗ്രഹങ്ങൾ ചിലപ്പം വില കൂടിയ വണ്ടി, ഡ്രസ്സ്, അത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. പക്ഷെ നമ്മൾ ഈ വീൽ ചെയർ ബുദ്ധിമുട്ടിലുള്ള അവരുടെ ആഗ്രഹം ഒന്ന് ടോയ്ലറ്റിൽ വരെ പോകുക, പ്രാഥമിക ആവശ്യങ്ങളെങ്കിലും നിർവഹിക്കാൻ പറ്റുക, അതിന് അമ്മയും അച്ഛനെ ആശ്രയിക്കാതെ കിടക്കുന്ന കട്ടിലിൽ നിന്ന്. അപ്പം അതിന് സൗകര്യമുള്ള വീൽ ചെയറുകളുണ്ട്. അത് വാങ്ങാൻ പൈസ ഇല്ലാതെ
ബുദ്ധിമുട്ടുന്നു എന്നറിഞ്ഞാൽ നമ്മൾ അവർക്ക് സ്വയം പര്യാപ്തത ആകണം എന്ന് വിചാരിച്ചിട്ട് കമോട്ട് ടൈപ്പ് വീൽ ചെയർ അത് നമ്മൾ വാങ്ങുന്നതാണ്. അത് നമ്മളുടെ ഒരുപാട് മനസ്സുകൾ ഈ പറഞ്ഞതുപോലെ ഇതിനൊക്കെ ഉള്ള ഈ സപ്പോർട്ട് ആരാണ്? പ്രവാസ ലോകത്തുനിന്നാണോ കൂടുതലും? ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് പ്രവാസികളുണ്ട്, നമ്മുടെ നാട്ടിലുള്ള ആളുകളുണ്ട്. സുമനസ്സുകൾ എന്നൊരൊറ്റ ഇതിലാണ്. കാരണം നമ്മൾ ഈ കൊടുക്കുന്ന ആളുകളുടെ ഫോട്ടോ എടുക്കുന്നില്ല, അവരോട് സംസാരിക്കുന്നില്ല. ഈവൻ ഞാനും കണ്ടിട്ടില്ല അവരെയൊന്നും. പക്ഷെ ഒരാൾ പോലും വീൽ ചെയർ വേണമെന്ന് പറയുമോ? ക്യാഷ് വേണമെന്ന് പറഞ്ഞ് കള്ളത്തരം കാണിക്കുന്നവരുണ്ടാകും. പക്ഷെ ഒരു വീൽ ചെയർ വേണമെന്ന് ആരും വെറുതെ പറയുന്നില്ലല്ലോ. നമ്മൾ അത്രയും കമോട്ട് ടൈപ്പ് വീൽ ചെയറൊക്കെ വാങ്ങിക്കണമെങ്കിൽ 12,400 10,500 ആ റേഞ്ചിലുണ്ട്. അപ്പോൾ അത്രയാണ് നമ്മൾ 167 കൊടുത്തു എന്ന് പറയുന്നത്. അപ്പം വലിയൊരു എമൗണ്ടിലോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ആ വീൽ ചെയർ അവരുടെ ദുരിതം നമ്മൾ അവരുടെ ഫോണിലൂടെ വാക്കുകളിലൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ പേരും സ്ഥലവും വെക്കാതെ ഒരാൾ ഇങ്ങനെ വീൽ ചെയറിന് വേണ്ടി ബുദ്ധിമുട്ടുന്നു എഴുതി കഴിഞ്ഞാൽ അത് വായിച്ച് ഏതെങ്കിലും സുമൻസ് നമ്മളോട് പ്രതികരിക്കാൻ ഞാൻ വാങ്ങിച്ചു കൊടുക്കാമെന്ന്. പിന്നീട് നമ്മൾ പേഴ്സണൽ മെസ്സേജിൽ അവർക്ക് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ ആ ഒരു വീൽ ചെയർ അയച്ചു കൊടുക്കുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് ഒരു അക്കൗണ്ട് തുടങ്ങി, അത് പിന്നെ ഒരു ഗ്രൂപ്പ് വി ഹെൽപ്പായി, ബ്ലഡ് ഡൊണേഴ്സായി, വീൽ ചെയറായി, ഇങ്ങനെ ഇപ്പം 18 വർഷം 12 വർഷം സോഷ്യൽ മീഡിയയിൽ 12 വർഷം. അപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയ എത്രമാത്രം ആൾക്കാരെയാണല്ലേ അതെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്, ഒരു ചേഞ്ചസ് വരുത്താനായിട്ട് സാധിക്കുന്നത് നമുക്ക് സൊസൈറ്റിയിൽ. കാണാണ്ട് പോയിട്ടുള്ള ആളുകളെ കണ്ടെത്തുന്നു പറഞ്ഞിട്ടുള്ള പോസ്റ്റുകൾ പോലും എത്രയോ പേർക്ക് എത്രയോ പേര് നമ്മളതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതെല്ലാം എല്ലാവരും ഇതിനെക്കാട്ടിലും നന്മ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നമ്മളൊന്നും വലിയ കാര്യങ്ങൾ നല്ല പറയുന്നത്, പക്ഷേ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ കൂടെ കിട്ടി. അതാണ് നമ്മുടെ ഒരു ബ്ലെസ്സിങ്. സരസ്വതി അതിന് ഒരു ഇനീഷ്യേറ്റീവ് എടുത്തു എന്നുള്ളതാണ്. ഞാനിട്ട് ഇടയ്ക്കെങ്കിലും ഞങ്ങളുടേതായിട്ടുള്ളൊരു ഞങ്ങളൊരു ഫാമിലി ടൈമിൽ ഞാൻ പറയും, ശരിക്കും എൻ്റെ ഒരു ബ്ലെസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോപ്പി പേസ്റ്റാണ്. ഒരാളൊരു വിവരം എന്നോട് പറയുന്നു, അത് കോപ്പി എടുത്ത് ഞാൻ പബ്ലിക്കിന് പേസ്റ്റ് ചെയ്തു. അപ്പം കറക്റ്റായിട്ട് ആരെങ്കിലുമൊക്കെ വരുന്നു, അവർക്ക് സഹായം കിട്ടുന്നു. നമ്മൾ നിമിത്തം മാത്രമാണ്. നമ്മളിതിനകത്ത് ജസ്റ്റ് ഒന്നിനും ഇടപെടുന്നില്ല. നമ്മൾ ഇന്ന ആൾക്ക് സഹായം വേണം എന്ന് അറിയിക്കുന്നു, സഹായം ചെയ്യാൻ മനസ്സുള്ളവർ അവർക്ക് സഹായം ചെയ്യുന്നു. പിന്നെ എൻ്റെ ഫാമിലി, ചേട്ടനും മോളും ഏത് സമയത്ത് ചിലപ്പോൾ അവർക്ക് ഭക്ഷണം വിളമ്പാൻ നിൽക്കുന്ന ടൈമിൽ ആ കോള് വരുന്നെങ്കിൽ അവർ ഭക്ഷണം വിളമ്പി കഴിച്ചോളും. അതല്ല എനിക്കൂടെ വെച്ച് തരണമെങ്കിൽ അത് ചെയ്ത് തന്നോളും. പിന്നെ എന്താണെങ്കിലും ഹസ്ബൻഡും മോളും, എൻ്റെ അച്ഛനും അമ്മയും ഏത് ലെവലിലൊക്കെയാണ് എനിക്ക് മോട്ടിവേഷൻ അല്ലെങ്കിൽ എനിക്ക് സപ്പോർട്ട് തന്നത്, അത് അങ്ങനെ തന്നെ എൻ്റെ ഹസ്ബൻഡും മോളും തുടരുന്നതും കൊണ്ടുകൂടെയാണ് എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ഇത് ഞാൻ നേരിട്ട് കണ്ട് ഒരുപാട് അറിയുന്ന കാര്യമാണ്. പക്ഷേ ഈ വീഡിയോയിൽ ഇപ്പോൾ അറിയാത്തവർക്ക് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണം, സൊസൈറ്റിക്ക് വേണ്ടി തിരിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് എവിടെ ഇരുന്നായാലും നമ്മുടെ മനസ്സിൽ ആഗ്രഹം മാത്രം മതി. പിന്നെ നമ്മുടെ മനസ്സിലേക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹം വരണം എന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ ഒക്കെ ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്. എത്രത്തോളം വിജയമാകുന്നു എന്ന് അറിഞ്ഞുകൂടാ. നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ സ്കൂളുകളിലൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ടുണ്ട് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് എൻഎസ്എസ് ഒക്കെ. പക്ഷേ ഇവിടെ പ്രവാസ ലോകത്ത് അത്രയും അങ്ങോട്ട് ആകുന്നില്ല, അല്ല ഇപ്പോൾ അങ്ങോട്ട് കേട്ട് വരുന്നതേ ഉള്ളൂ. ശരിക്കും അതിൻ്റെയൊക്കെ ബേസിക് തിങ് ഇതൊക്കെ തന്നെയാണ്. നമ്മൾ മറ്റുള്ളവരെ എത്രത്തോളം നമ്മളുടെ കയ്യിൽ ഉള്ളതിൻ്റെ പങ്ക്, നമുക്ക് ഒരുപാട് കിട്ടിയിട്ടല്ല, ഉള്ളതിൻ്റെ പങ്ക് അങ്ങനെ. ഇപ്പം എന്തെങ്കിലും ഒരു ചെറിയ നന്മയെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ ഫാമിലി, എന്നെ പഠിപ്പിച്ച അധ്യാപകർ, എൻ്റെ സുഹൃത്തുക്കൾ, അതേപോലെ ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ്, അതെല്ലാം കൂട്ടുകാർ ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ബിഗ് സീറോ ആണ്. അതേപോലെ തന്നെയാണ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ ഫാമിലി. അതിലെന്നെ പഠിപ്പിച്ച അധ്യാപകർ, അവരുടെ ഒരുപാട് നാളത്തെ കഷ്ടപ്പാട്. ഞാനൊരു ചെറിയ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചതാണ്. അവിടെ ഒരുപാട് പേരുടെ സപ്പോർട്ട് കൊണ്ടും ഒരുപാട് അധ്യാപകരുടെ സപ്പോർട്ട് കൊണ്ടും അതിൽ നിന്ന് കുറേ നമുക്ക് മൂല്യങ്ങൾ കിട്ടി. രാഷ്ട്രപതി അവാർഡ് കിട്ടിയിരുന്നു 96-ൽ. അപ്പോൾ അതെനിക്കൊരു സമൂഹത്തിനോടൊരു കടപ്പാടായിരുന്നു. കാരണം ഞാൻ പ്രതീക്ഷിക്കാതെ എനിക്ക് കിട്ടിയൊരു അവാർഡായിരുന്നു അത്. അപ്പം തീർച്ചയായിട്ടും എനിക്ക് സമൂഹത്തിന് എന്തെങ്കിലും തിരിച്ചു കൊടുക്കണം എന്നൊരു ഉള്ളിൽ എനിക്ക് അതുവരെ ഇപ്പോൾ 5th ഒക്കെ ആയപ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ എനിക്ക് എൻ്റെ ഓർമ്മയിലുണ്ട്. അച്ഛനും അമ്മയും ചെയ്യുന്നത്, അല്ലെങ്കിൽ ചെയ്തത്, ഈ ഡ്രസ്സ് കളക്ട് ചെയ്യുന്ന, ഫുഡ് കൊടുക്കുന്നതൊക്കെ അച്ഛനും അമ്മയും ചെയ്യുന്ന കണ്ട് വളർന്നെങ്കിൽ അതൊരു ഡെയിലി റുട്ടീനിലുണ്ട്. എനിക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ 10th നമ്മളും ആ ലൈനിൽ തന്നെ പോകണം എന്നൊരു മനസ്സിലേക്ക് എനിക്ക് ആ അവാർഡാണ് എന്നെ ഉറപ്പിച്ചത്. കാരണം ഞാൻ വാങ്ങിച്ചു, നമ്മുടെ നാടിൻ്റെ ഒരു സമ്മാനം നമ്മൾ വാങ്ങിച്ചു. തിരിച്ച് നമ്മുടെ നാടിന് എന്തെങ്കിലും ചെയ്യണം. നമ്മുടെ നാട് പോലെ തന്നെയാണിപ്പം ഒമാൻ. അതെ. അപ്പം നമ്മൾ ജീവിക്കുന്ന ഈ രാജ്യത്തിന് വേണ്ടിയിട്ടും എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും. ഇനിയും ഒരുപാട് ആൾക്കാരുടെ ലൈഫിൽ ഇതുപോലെ ഒരു ചേഞ്ചസ് വരുത്താനായിട്ട് സരസ്വതിക്ക് സാധിക്കട്ടെ. അത് തന്നെയാണ് സരസ്വതിയുടെ ലൈഫിൻ്റെ ഒരു പേർപ്പസ് എന്ന് തന്നെ പറയുന്നത്. എനിക്ക് പേഴ്സണലി അറിയുന്നതുകൊണ്ട് പറയാം.
അപ്പോൾ കട്ടൻ ടോക്സിൽ കട്ടൻ കുടിക്കാതെ ഇത്രയും നേരം ഇരുന്നതിന് സന്തോഷം. താങ്ക് യു. താങ്ക് യു രേഖ, ഇങ്ങനത്തെ ഒരു അവസരം തന്നതിൽ. എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ ഞാനിപ്പം സത്യം പറയാമെങ്കിൽ ഞാൻ 2002 മസ്കറ്റ് വന്നപ്പോൾ തൊട്ടുള്ള ആ ഒരു 22 ഇയേഴ്സ് ഒരു ജേണി ആയിരുന്നു, പഴയ കാര്യങ്ങൾ ഓർമ്മിച്ചതിൽ. അത് നമുക്കെല്ലാം ഇൻസ്പിറേഷനാണ്, കേൾക്കുന്ന എല്ലാവർക്കും ഇൻസ്പിറേഷൻ ഒരുപാട് തന്നെയാണ്. സന്തോഷം. ഇത് സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ പറഞ്ഞു തന്നാവരുത്, ഇതുപോലൊക്കെ എല്ലാവർക്കും ചെയ്യാം. ഒരുപാട് പേര് ചെയ്യുന്നുണ്ടാവും, ഇനി എല്ലാവരും ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനാണ്.